ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും മിന്നൂസ് വേൾഡിലേക്ക് സ്വാഗതം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചൂരമീൻ അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നേക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോ ഒന്ന് കാണാം. അപ്പോൾ വലിയ 2 ചൂരയാണ് അച്ചാറിടാനായിട്ട് എടുത്തിട്ടുള്ളത്. ഫോട്ടോയിൽ കാണുന്ന പോലെയല്ല, നല്ല വലിപ്പമുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കാം. നല്ലതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ചെറിയ പീസാക്കി വേണം കട്ട് ചെയ്യാനായിട്ട്. അതിനെയൊക്കെ വൃത്തിയാക്കിയിട്ട് വെള്ളം തോരാനായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ചൂരമീൻ മസാലയൊക്കെ തേച്ച് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 2 തുടം വെളുത്തുള്ളി, ഒരു വലിയ പീസ് ഇഞ്ചിയും 7-8 പച്ചമുളകും എടുത്തിട്ടുണ്ട്. നമുക്കിതിനെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. നമുക്കെല്ലാം കൂടി അതിലേക്ക് ഇട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. എല്ലാം കൂടെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഏകദേശം ഒരു 5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്തിട്ട് ഇതിന് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക. ഇതെല്ലാം കൂടി ഞാൻ ഒരു ബേസനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി ഞാനൊരു സ്പൂൺ കൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. കൈ കൊണ്ട് മിക്സ് ആക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം. എനിക്കത് പറ്റത്തില്ല. ഈ മുളക് പൊടിയും കുരുമുളകും ഇഞ്ചിയൊക്കെ നല്ല എരിവുള്ളത് കൊണ്ട് കൈക്ക് നല്ല എരിവുണ്ടാവും. അതുകൊണ്ട് ഞാൻ സ്പൂൺ കൊണ്ടാണ് ഞാൻ ഇത് മിക്സ് ആക്കുന്നത്. അങ്ങനെ നമ്മുടെ ഫിഷ് ഫ്രൈ ചെയ്യാനുള്ള മസാല കൂട്ട് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് പീസുകളെല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മസാലയൊക്കെ ഒന്ന് യോജിപ്പിച്ച് നല്ലതുപോലെ ഒന്ന് പുരട്ടിയെടുക്കണം. അപ്പം നിങ്ങൾ കൈകൊണ്ട് പതുക്കെ നല്ലതുപോലെ തന്നെ മിക്സാക്കി എടുത്താൽ മതി. മിക്സ് ആക്കുമ്പോൾ മീൻ പൊടിയാതെ ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മൾ ഫിഷിൻ്റെ എല്ലാ പീസിലും മസാലയൊക്കെ നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ നല്ല പഴുത്ത 3 തക്കാളി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിവിടെ 2 പാനിൽ വെച്ചിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുത്തത്. അങ്ങനെയെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇഞ്ചിയും വെളുത്തുള്ളി ഇതെല്ലാം കൂടി നൈസായിട്ട് അരിഞ്ഞെടുക്കണം. ഇപ്പം എത്രത്തോളം ഇഞ്ചി വെളുത്തുള്ളി ഉണ്ടോ അത്രത്തോളം അച്ചാറിന് ടേസ്റ്റ് ഉണ്ടാകും. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില, പച്ചമുളക് ഇതേപോലെ ചെറിയ പീസാക്കിയിട്ട് അതും അരിഞ്ഞ് വയ്ക്കണം. ആ അച്ചാറിടാനുള്ള സാധനങ്ങളെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാക്കി ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഞാൻ നീളത്തിനാണ് നൈസായിട്ട് അരിഞ്ഞെടുത്തത്. കടുകെല്ലാം പൊട്ടി തീരുമ്പോഴത്തേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ഓരോന്നായിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. പിന്നെ ഒരു കാര്യം, ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്താൻ മറക്കരുത്. എന്നാലും നമ്മൾ അയക്കുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂട്ടുകാർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാനും കൂടി മറക്കല്ലേ. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് ചെറുതായിട്ട് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് കറിവേപ്പിലയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. അങ്ങനെ എല്ലാം നല്ല കളറൊക്കെ ചേഞ്ച് ആയി നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ഇതാണ് പരുവം. ഇനി നമ്മൾ അതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഞാനിപ്പം ഏകദേശം ഒരു 8 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മുളക് പൊടി ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉലുവ പൊടിച്ചതും 1/2 ടേബിൾ സ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. അതിനുശേഷം നമ്മൾ നല്ലതായിട്ട് അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. നന്നായിട്ട് ഇതിനെ മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് നമ്മൾ ചൂര ഫ്രൈ ചെയ്തില്ലേ, ചൂര ഫ്രൈ ചെയ്ത ഓയിലാണ് ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഈ അച്ചാർ ഇടുന്നത് വെളിച്ചെണ്ണയിലാണ്. ഇത് ഫ്രൈ ചെയ്തെടുത്തതും വെളിച്ചെണ്ണയിലാണ്. സൺഫ്ലവർ ഓയിലിൽ ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം.
മിക്കപേരും നല്ലെണ്ണയിലാണ് ചൂരമീൻ അച്ചാറൊക്കെ ഉണ്ടാക്കുന്നത്. അതിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും പിടിക്കത്തില്ല. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇതിലേക്ക് ഞാനിന് 1/2 ഗ്ലാസ് വിനെഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ അച്ചാർ പെട്ടെന്ന് ചീത്താകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 1/2 ഗ്ലാസ് വിനെഗർ ചേർത്ത് കൊടുത്തത്. നന്നായിട്ട് ഇതിനെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ അച്ചാറിന് ആവശ്യമായിട്ടുള്ള അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നല്ലതുപോലെ ഒന്ന് ഇതിനെ മിക്സാക്കി എടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീനും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഞാൻ ഡീപ്പ് ഫ്രൈ ആണ് കേട്ടോ ചെയ്തത്. അല്ലാതെ ചെയ്താൽ നമുക്ക് ഒരുപാട് ദിവസം ഇത് ഇരിക്കത്തില്ല, പെട്ടെന്ന് ചീത്തയായി പോവും. ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ അല്പം ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒരുപാട് ചേർന്നിട്ടുണ്ട് ഇതിൽ. അങ്ങനെ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചൂരമീൻ ഇതുപോലെ അച്ചാർ ഇട്ടിട്ടില്ലാത്തവർ ഇതുപോലെ ഒന്ന് ഇട്ട് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.